യുഎസിൽ ഇനി ആണും പെണ്ണും എന്ന രണ്ട് ജെൻഡറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്നും ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കുമെന്നും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡെമോക്രാറ്റ്, റിപ്പബ്ലിക്കൻ പാർട്ടികൾ ട്രാൻസ്ജെൻഡർ രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നിലപാട് യുഎസ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പ്രസംഗത്തിൽ ട്രംപ് തന്റെ വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും വ്യക്തമാക്കിയിരുന്നു. രണ്ടു ജെൻഡർ മാത്രമെന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയമായിരിക്കുമെന്നും ട്രാൻസ്ജെൻഡറുകളെ സൈന്യം, സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പുറത്താക്കാനുള്ള ഉത്തരവുകളിൽ ഉടൻ ഒപ്പിടുമെന്നും ട്രംപ് പറഞ്ഞു. ട്രാൻസ്ജെൻഡർമാരെ യുഎസ് സൈന്യത്തിൽ നിന്നും പുറത്താക്കാനുള്ള സുപ്രധാന ഉത്തരവിൽ ഒപ്പുവെക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഉത്തരവ് നിലവിൽ വന്നാൽ പ്രായം, സേവന കാലയളവ്, ആരോഗ്യം എന്നിവ നോക്കാതെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ സൈന്യത്തിൽ നിന്നും പുറത്താക്കപ്പെടും. 15,000-ഓളം പേരെ ഇത് ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സൈന്യത്തിലേക്ക് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് സേവന സന്നദ്ധരായി വന്നവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നതെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. രാജ്യത്തെ സേവിക്കുന്നതിന് ജെൻഡർ നോക്കേണ്ട കാര്യമുണ്ടോ എന്നും വിമർശകർ ചോദിക്കുന്നു. ഫിനിക്സിൽ നടന്ന ചടങ്ങിൽ യുവാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടാതെ സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ നിന്ന് പുരുഷന്മാരെ പുറത്താക്കും. അതുപോലെ കുട്ടികളുടെ ചേലാകർമ്മം അവസാനിപ്പിക്കാനുള്ള ഉത്തരവിലും ഒപ്പിടുമെന്ന് ട്രംപ് വ്യക്തമാക്കി. സൈന്യത്തിനു പുറമെ വിദ്യാഭ്യാസം, സ്പോർട്സ്, ആരോഗ്യം തുടങ്ങിയ മറ്റു മേഖലകളിലും ട്രാൻസ്ജെൻഡർമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് വിവരം. കുടിയേറ്റ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കണമെന്നും മയക്കുമരുന്ന് സംഘങ്ങളെ വിദേശ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കുമെന്നും പാനമ കനാലിലെ യുഎസ് നിയന്ത്രണം പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇതിനൊപ്പം യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും മിഡിൽ ഈസ്റ്റിലെ അരാജകത്വം അവസാനിപ്പിക്കുമെന്നും മൂന്നാം ലോക മഹായുദ്ധം തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ ശൃംഖല തകർക്കുകയും അതിലുൾപ്പെട്ടവരെ നാടുകടത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൗസിൽ എത്തി ആദ്യ ദിനം തന്നെ ഈ ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട്. ജനുവരി 20-നാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത്.